الحمد لله الذي فاطر السماوات والأرض الذي خلقنا وسوانا ورزقنا. الحمد لله الذي بنعمته تتم الصالحات وبمنه وبفضله تتنزل الخيرات والبركات. اللهم لك الحمد حتى ترضى، ولك الحمد إذا رضيت، ولك الحمد بعد الرضا. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكلا نقص عليك من أنباء الرسل ما نثبت به فؤادك، وجاءك في هذه الحق موعظة وذكرى للمؤمنين. صدق الله العلي العظيم. فيا عباد الله، أوصيكم إياي أولا بتقوى الله. ഏറെ ബഹുമാനപ്പെട്ട സത്യവിശ്വാസികൾ, ജഗന്നിയന്താവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയപ്പെട്ട് അള്ളാഹുവിനെ പൂർണ്ണമായിട്ടും വഴങ്ങി അവൻ്റെ കൽപ്പനകളെല്ലാം ജീവിതത്തിൽ സൂക്ഷ്മമായി മുറുകെ പിടിച്ച് പരലോകം ആഗ്രഹിച്ച് സ്വർഗം പ്രതീക്ഷിച്ച് ജീവിതം കഴിച്ചു കൂട്ടണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, ഉത്ബോധിപ്പിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മേവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ചെയ്ത ഏർപ്പെട്ട സൽക്കർമ്മങ്ങളെല്ലാം അല്ലാഹു ഇരട്ടി പ്രതിഫലം നൽകി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇതേപോലെ നാളെ അല്ലാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ സന്തോഷത്തോടുകൂടി ഒരുമിച്ച് കൂടുവാനുള്ള ഭാഗ്യം നൽകിയ റബ്ബ് നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ഡിസംബർ 6 വിശ്വാസികളുടെ നോവായി, എപ്പോഴും വിശ്വാസികളുടെ ഹൃദയത്തിൽ വേദനയേറിയ അനുഭവമായി ബാക്കി നിൽക്കുന്ന ബാബരി മസ്ജിദിൻ്റെ ഓർമ്മ ദിവസമാണ്. 33 വർഷം പിന്നിടുകയാണ്. ബാബരി എന്ന് പറയുന്നത്, ഡിസംബർ 6 എന്ന് പറയുന്നത് നമ്മൾ ഒരു ദുഃഖാചരണം പോലെ ഓർക്കേണ്ട ഒരു ദിവസമല്ല. അത് വിസ്മരിച്ചു പോവേണ്ട ഒന്നുമല്ല. വിശ്വാസികൾ എല്ലാ സന്ദർഭത്തിലും ബാബരിയെ കുറിച്ച് സ്മരിച്ചുകൊണ്ടേയിരിക്കണം. കാരണം
ബാബരി വിശ്വാസികൾക്ക് വലിയ പാഠപുസ്തകമാണ്. അതൊരു സിംബലാണ്, ഒരു പ്രതീകമാണ്. ഇന്ത്യയുടെ ജനാധിപത്യം അത് എത്രത്തോളം ദുർബലമാണ് എന്നും അതിൻ്റെ ജുഡീഷ്യറി എത്രത്തോളം പ്രശ്നകരമാണ് എന്നും മുസ്ലിമീങ്ങളുടെ, ന്യൂനപക്ഷങ്ങളുടെ സ്ഥാനം ഇന്ത്യയിൽ എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല പാഠപുസ്തകമാണ് ബാബരിയുടെ വിധിയും എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും അതിനെ പല ആളുകളും പറയുന്ന പോലെ മറവിക്ക് വിട്ടുകൊടുക്കാൻ വിശ്വാസികൾക്ക് പാടില്ല. യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ അവർക്ക് അതിന് സാധിക്കില്ല എന്നാണ് ഹിന്ദി സാഹിത്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഭാരതേന്ദു ഹരിചന്ദ്ര. അദ്ദേഹത്തിൻ്റെ ഒരു നാടകമുണ്ട്, അന്തേർ നഗരി എന്നാണ് ആ നാടകത്തിൻ്റെ പേര്. അതിൻ്റെ കഥ ഇങ്ങനെയാണ്: ഒരാളുടെ പറമ്പിലെ മതിൽ തകർന്നു വീണ് ഒരാട്ടിൻകുട്ടി മരിക്കുക. അപ്പൊ ഈ ആട്ടിൻകുട്ടിയുടെ ഉടമസ്ഥൻ രാജാവിൻ്റെ അടുക്കൽ പോയി പരാതിപ്പെട്ടു, ഇദ്ദേഹത്തിൻ്റെ പറമ്പിലെ മതിൽ വീണിട്ടാണ് എൻ്റെ ആട്ടിൻകുട്ടി മരിച്ചത്. അപ്പൊ രാജാവ് ഈ മതിലിന്റെ ഉടമസ്ഥനെ വിളിച്ചു. എന്നിട്ട് അദ്ദേഹത്തെ ശിക്ഷിക്കാൻ തീരുമാനിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, രാജാവേ, എൻ്റെ പ്രശ്നമല്ല, ഇത് ആ മതില് ഉണ്ടാക്കിയ ആളുടെ പ്രശ്നമാണ്. അപ്പോ എനിക്ക് ഇതിന് ഉത്തരവാദിത്വമില്ല. നിങ്ങൾ അദ്ദേഹത്തെയാണ്, ഈ മതിൽ നിർമ്മിച്ച മേശൻ, അദ്ദേഹത്തെയാണ് നിങ്ങൾ പിടികൂടേണ്ടത് എന്ന് പറഞ്ഞു. അപ്പൊ ഈ നിർമ്മിച്ച ആളെ രാജാവ് വിളിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനും ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല. എന്തുകൊണ്ടാണ്? എനിക്ക് കുമ്മായം കുഴച്ച് തന്നയാൾ, അദ്ദേഹം സാധാരണ ഒഴിക്കുന്ന അധികം അതിലേക്ക് വെള്ളം ഒഴിച്ചു. അപ്പൊ കുമ്മായത്തിന്റെ പ്രശ്നം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പണിതതും ഇത് തകരാൻ കാരണമായതും. അപ്പോ അത് ഉണ്ടാക്കിയ എന്റെ പ്രശ്നമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ രാജാവ് ഈ കുമ്മായം കുഴച്ചാളെ വിളിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്നും ഒരു തോൽപാത്രം വെള്ളമാണ് ഒഴിക്കാറ്, പക്ഷെ ഇന്ന് എനിക്ക് തോൽപാത്രം തന്ന ആള് കുറച്ച് വലിയ തോൽപാത്ര തന്നത്. അപ്പോ ഉത്തരവാദിത്വം എനിക്കല്ല, ആ വലിയ തോൽപാത്രം തന്ന അദ്ദേഹത്തിനാണ്. അങ്ങനെ ഈ തോൽപാത്രം ഉണ്ടാക്കുന്ന ആളെ രാജാവ് വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്നും ഒരേ സൈസിലുള്ള തോൽപാത്രം ഉണ്ടാക്കാറ്, പക്ഷെ ഇന്ന് ഞാൻ തോൽപാത്രം ഉണ്ടാക്കുമ്പോ അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ കണ്ടപ്പോ എന്റെ ശ്രദ്ധ തെറ്റിപ്പോയി, അതുകൊണ്ട് ഇതിന്റെ അളവ് ജസ്റ്റ് ഒന്ന് മാറിപ്പോയി. അപ്പോ അവിടെ ഇരുന്ന വ്യക്തിയാണ് കുറ്റക്കാരൻ എന്ന് അദ്ദേഹം രാജാവിനോട് പറഞ്ഞു. ഇപ്പൊ രാജാവ് ഇത് കേട്ട മാത്രമേ അദ്ദേഹത്തെ വിളിച്ചു. അങ്ങനെ ഈ വ്യക്തിയെ, ഏത് വ്യക്തി? അവിടെ വെറുതെ ഇരുന്ന വ്യക്തി, ആ വ്യക്തിയെ രാജാവ് തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചു. അപ്പൊ ദൗർഭാഗ്യവശാൽ ഈ തൂക്കുകയറിന്റെ കുരുക്ക് ഇദ്ദേഹത്തിന്റെ കഴുത്തിന് പാകമാകുന്നില്ല. അപ്പൊ എന്താ ചെയ്യാ? അപ്പൊ അവിടെ വേറൊരാളുണ്ടായിരുന്നു, ഗോവർദ്ധൻ അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അദ്ദേഹത്തിന്റെ കഴുത്താണെങ്കിൽ ഈ തൂക്കുകയറിന് പാകാകുന്നുണ്ട്. അപ്പൊ രാജാവ് എന്ത് ചെയ്തു? ഇദ്ദേഹത്തിന്റെ കഴുത്ത് പാകാകുന്നുണ്ടല്ലോ, അപ്പൊ അദ്ദേഹത്തെ നമുക്ക് തൂക്കിലേറ്റാം. ആലോചിച്ച് നോക്കണം, ഇതിന്റെ ഒരു പോയ ഒരു വരി ആലോചിച്ച് നോക്കണം. ഒരു ബന്ധമില്ലാത്ത ഒരാളാണ് അവസാനം കൊല്ലപ്പെടുന്നത്. ഈ കഥ നമുക്ക് ബാബരി വിധിയാനന്തര ഇന്ത്യയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ, ഭരണകൂടങ്ങളുടെ രാഷ്ട്രീയ തീരുമാനങ്ങളെ, പോലീസിന്റെ അവരുടെ വേട്ടയെ ഒക്കെ ചേർത്തു വായിക്കാൻ ഇതിനേക്കാൾ നല്ലൊരു കഥ നമുക്ക് ഉണ്ടാവില്ല എന്നാണ്. രണ്ട് തരത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയവുമായി ഈ കഥ ബന്ധപ്പെടുന്നുണ്ട്. ഒന്ന്, ഇന്ത്യയിൽ നിരപരാധികളായ അനേകം മുസ്ലിമീങ്ങൾ, വിശ്വാസികൾ തടങ്കലിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ തന്നെ UAPA കേസെടുത്ത് നോക്കിയാൽ
അതിൽ അധികം ആളുകളും മുസ്ലിമീങ്ങളാണ്. ഇന്നലെയാണ് ഡോക്ടർ ഹാനി ബാബു എന്ന് പറയുന്ന ഒരു പ്രൊഫസറാണ് അദ്ദേഹം 2000 ദിവസങ്ങൾ ജയിലിലായിരുന്നു. അദ്ദേഹത്തെ ഇന്നലെയാണ് മോചിപ്പിക്കുന്നത്. അബ്ദുൽ നാസർ മഅദനി, ഷർജീൽ ഇമാം എന്തിനാണ് ജയിലിൽ കിടന്നത്? ഷർജീൽ ഉസ്മാനി അത് മുസ്ലിം വേട്ടയ്ക്കെതിരെ പ്രതിരോധിച്ചു. മുസ്ലിങ്ങളുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്കെതിരെ സംസാരിച്ചു. പൗരത്വ ബില്ലിനെതിരെ സംസാരിച്ചു. വഖഫിനെതിരെ സംസാരിച്ചു. ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആക്ടിവിസ്റ്റുകൾ, നേതാക്കൾ അവർ ഒരു കാരണവുമില്ലാതെ, ഒരു ക്രൈമും ചെയ്യാതെ അവർ ഇങ്ങനെയുള്ള ഡ്രക്കോണിയൻ ലോസ് ഉപയോഗിച്ചുകൊണ്ട് അവരെ ജയിലിലടക്കാണ്. അപ്പോ തീർത്തും ഈ നിയമവാജ്ഞയുടെ യുക്തിരാഹിത്യത്തെ അത് മുസ്ലിമീങ്ങളെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത്, മുസ്ലിങ്ങൾക്ക് ഒരു ന്യായവുമില്ലെങ്കിലും ഒരു ക്രൈമും അവർ ചെയ്തിട്ടില്ല എങ്കിലും അവരെ തിരഞ്ഞു പിടിച്ചു. ഈ കുരുക്ക് എന്റെയും നിങ്ങളുടെയും കഴുത്തിലേക്ക് വീണാം. മുസ്ലിം എന്ന പേരുണ്ടെങ്കിൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ രാഷ്ട്രം സവിശേഷമായിട്ടും ബാബരിയുടെ വിധിയാനന്തരം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 2019 ബാബരിയുടെ വിധി വരികയാണ്. ആ വിധി നമ്മളിങ്ങനെ TV-യിൽ കണ്ടതാണ് അല്ലെ? ആദ്യം സ്ക്രോൾ ന്യൂസ് ഇങ്ങനെ വന്നു, ഇത് മുസ്ലിമീങ്ങളുടെ സ്ഥലമാണ്, അവിടെ ജന്മഭൂമിയാണ് എന്ന് പറയാൻ ഒരു തെളിവും അവർക്കില്ല. എന്തായാലും വിചാരിക്കാം വിധി നമുക്ക് അനുകൂലമായിരിക്കും, ഈ കഥ പോലെ. പക്ഷെ ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയാണ്, ആ ഭൂമി പൊതുജന താല്പര്യം പരിഗണിച്ചുകൊണ്ട് ക്ഷേത്ര കമ്മിറ്റിക്കാർക്ക് കൊടുക്കുന്നു എന്നാണ്. നിങ്ങൾ ഇതിന്റെ ഒരു വൈരുദ്ധ്യം, കോൺട്രഡിക്ഷൻ ആലോചിച്ചോ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ബാബരെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ, ബാബരെ കുറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും പഠിക്കുമ്പോൾ, മുസ്ലിമീങ്ങൾ ഇന്ത്യയിൽ ഏത് പൊസിഷനിലാണ്, മുസ്ലിമീങ്ങളുടെ ന്യൂനപക്ഷങ്ങളുടെ നമ്മുടെ രാഷ്ട്രത്തിൽ അവരുടെ അവസ്ഥ എന്താണ്, അവരുടെ സ്ഥാനം എന്താണ്, നമുക്ക് രാഷ്ട്രീയത്തിൽ എത്രത്തോളം ആവേശത്തോടെ ഇടപെടേണ്ടതുണ്ട് എന്ന് നമുക്ക് മനസ്സിലാണെങ്കിൽ ഇങ്ങനെയുള്ള ചരിത്രം നമ്മൾ ആവർത്തിച്ച് പഠിക്കണം. ബാബരി മാത്രമല്ല, തിരുവനന്തപുരത്തെ 2009 ഭീമാപള്ളി വെടിവെപ്പ്, പോലീസ് അകാരണമായി മുസ്ലിമീങ്ങൾക്കെതിരെ വെടിവെക്കാണ്. അതിൽ 6 മുസ്ലിമീങ്ങൾ കൊല്ലപ്പെടുകയാണ്. അപ്പോ എവിടെ കൊലപാതകം ഉണ്ടായാലും അല്ലെ, കുറച്ചു മുമ്പാണ് കളമശ്ശേരിയിൽ ഒരു ബോംബ് സ്ഫോടനം നടക്കുന്നത്. അവിടെ ആദ്യം TV-യിൽ കാണിച്ച ചിത്രം പ്രതി അത് മുസ്ലിമീങ്ങളെയാണ്. അപ്പൊ അങ്ങനെ കാണിക്കുന്നവർക്ക് മൈലേജ് കിട്ടും. അപ്പൊ നമ്മുടെ രാഷ്ട്രത്തിലെ മാധ്യമങ്ങൾ, അധികാരികൾ, ഭരണകൂടം ഇത്രത്തോളം ദുഷ്ടിരിക്കുന്നു. ഇതെങ്ങനെ മനസ്സിലാവുക? ഇത് മനസ്സിലാവണമെങ്കിൽ നമുക്ക് ചരിത്ര ബോധ്യം ഉണ്ടാവണം എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ അള്ളാഹു പ്രവാചകരെ താങ്കൾക്ക് ഒരുപാട് കഥകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതാണ് ആദ്യം മുതൽ പ്രവാചകന്മാരുടെ കഥകൾ താങ്കൾക്ക് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്തിനാ പഠിപ്പിച്ചതെന്ന്? അത് തോന്നിപ്പോവാൻ വേണ്ടിയാണോ? അല്ല. അള്ളാഹു പറയാണ്, പ്രവാചകരെ താങ്കളുടെ ഹൃദയത്തെ ഉറപ്പിച്ചു വെക്കാൻ വേണ്ടിയാണ്. താങ്കൾക്ക് ഈ ചരിത്രത്തിൽ നിന്ന് ഫിർഔനുമാരുടെ, നമ്രൂദുമാരുടെ, സ്വേച്ഛാധിപതികളുടെ ചരിത്രത്തിൽ നിന്ന് താങ്കൾക്ക് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് പ്രവാചകരെ താങ്കൾക്ക് ഈ കഥകളൊക്കെയും നാം പഠിപ്പിച്ചു തന്നത് എന്നുള്ള സുബ്ഹാനഹു വ തആല പറയാണ്. അവിടെ തീർന്നിട്ടില്ല, വീണ്ടും പറയുന്നു, ഈ ഹഖ് ഇത് നിന്നിലേക്ക് വന്നത് നിനക്ക് ഉപദേശമായിട്ടാണ്. നീ അതിന്റെ ഹക്ക് അറിയണം, അതിന്റെ യാഥാർത്ഥ്യം അറിയണം, ബാബരിയുടെ യാഥാർത്ഥ്യങ്ങൾ അറിയണം, അതെങ്ങനെയാ സംഭവിച്ചത് നിങ്ങൾ അറിയണം. നിങ്ങൾക്ക് അവിടെ ഒരുപാട് പാഠങ്ങളുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് ഉപദേശങ്ങളുണ്ട്. വിശ്വാസികൾക്ക് ഉള്ള ഓർമ്മപ്പെടുത്തലാണ് അത് എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഫാഷിസം ചെയ്യുന്ന ഏറ്റവും വലിയ പണി എന്താണ്? അത് മറവിക്ക് വിട്ടുകൊടുക്കുക എന്നതാണ്. മുസ്ലിമീങ്ങൾ, മുഗൾ ഭരണകൂടം 900-ലധികം വർഷങ്ങൾ ഇന്ത്യയിൽ ഭരിച്ചു. ഇന്ത്യയിൽ അവർ ആദാന പ്രധാനങ്ങളായ ധാരാളം കെട്ടിടങ്ങൾ, മോണുമെന്റ്സ് അവർ നിർമ്മിച്ചു. ഇവരെന്താ ചെയ്യുക? സർക്കാർ എന്താ ചെയ്യുക?
BJP എന്താ ചെയ്യുക? ഇതിന്റെയൊക്കെ പേരുമാറ്റലാണ്. അങ്ങനെ മുസ്ലിങ്ങളുടെ ആ പ്രോജ്വലമായ സംസ്കാരത്തെ, മുസ്ലിങ്ങളുടെ സംസ്കൃതിയെ, അവരുടെ ധീരമായ ചരിത്രത്തെ, ഇതിനെ മറവിക്ക് വിട്ടുകൊടുക്കലാണ് ഫാഷിസം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോ നമ്മൾ അങ്ങനെ ഇത് മറന്നു കളയാൻ പാടില്ല. നമ്മുടെ ഈ ചരിത്രം, ധീരമായ ചരിത്രങ്ങൾ, അവരുടെ പോരാട്ടങ്ങൾ, ഇതൊക്കെയും നമുക്ക് പുതിയ കാലത്ത്, ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയമായ പദ്ധതി, പോളിസികൾ ആവിഷ്കരിക്കാനും രാഷ്ട്രീയമായ നിലപാട് രൂപീകരിക്കാനും നമ്മുടെ ചരിത്രം നമുക്ക് ഊർജം പകരണം എന്നാണ്. ആ ചരിത്രത്തെ നമ്മൾ ഊർജദായകമായ സ്രോതസ്സായി നാം മനസ്സിലാക്കണം. ഇങ്ങനെയാണോ ഇതിനെ നാം മനസ്സിലാക്കേണ്ടത്? അപ്പോൾ വിശ്വാസികളുടെ, മുസ്ലിം ഉമ്മത്തിന്റെ പ്രധാനപ്പെട്ട ദൗത്യമായിട്ട് അള്ളാഹു പറയുന്ന കാര്യം എന്താണ്? നിങ്ങൾ കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ ഏറ്റവും ഖൈറായ ഉമ്മത്താണ്. ഈ ഉമ്മത്ത്, ഈ പള്ളിയിൽ കൂടിയ നമ്മൾ തന്നെയാണ്, നമ്മളെ പറ്റിയാ പറയുന്നത്. കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ ഏറ്റവും നല്ല സമുദായമാണ്. നിങ്ങൾ എപ്പോഴാണ് ഏറ്റവും നല്ല സമുദായം ആവുക? ശേഷം അള്ളാഹു പറയുന്നു, ഉഖ്രിയത്ത് ലിന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട സമുദായമാണ്. നിങ്ങൾ എന്തിനാ പ്രവർത്തിക്കുന്നത്? അത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയായിരിക്കണം, ജനങ്ങളുടെ നന്മക്ക് വേണ്ടിയായിരിക്കണം. അതാണ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി. ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവിതവും ജീവനവും രക്തവും സമ്പത്തും ഒക്കെ സമർപ്പിച്ചു ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പോരാടണം. അപ്പോഴാണ് നിങ്ങൾ ഖൈർ ഉമ്മത്താവുക. അവിടെ തീർന്നില്ല, വീണ്ടും പറയുന്നു, തഅ്മുറൂന ബിൽ മഅറൂഫ്, തഅ്മുറൂന ബിൽ മഅറൂഫ്, നിങ്ങൾ മഅറൂഫ് കൽപ്പിക്കണം. എന്താ മഅറൂഫ് എന്ന് പറഞ്ഞാൽ? മഅറൂഫ് എന്താണ്? നമ്മൾ സാധാരണ നന്മ എന്നർത്ഥം പറഞ്ഞ ഒഴിവാക്കലാണ്. പക്ഷെ ആ മഅറൂഫ് എന്ന് പറഞ്ഞാൽ അത് സത്യസന്ധതയാണ്, മഅറൂഫ് നീതിയാണ്, മഅറൂഫ് സാമൂഹ്യ ക്ഷേമമാണ്, മഅറൂഫ് അനീതിക്കെതിരെ സംസാരിക്കലാണ്, മഅറൂഫ് സ്വേച്ഛാധിപത്യത്തിനെതിരെ സംസാരിക്കലാണ്, മഅറൂഫ് ഇസ്ലാമോഫോബിയക്കെതിരെ സംസാരിക്കലാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ മഅറൂഫ്. അപ്പോ നിങ്ങൾ നല്ല ഉമ്മത്താണെങ്കിൽ ചില ഉപാധികളുണ്ട് കേട്ടോ, ചില കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ വെറുതെ എങ്ങനെ നല്ല സമുദായം ഉണ്ടാവൂല. തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ മുൻകറിനെ, ഇന്നത്തെ ഏറ്റവും വലിയ മുൻകർ എന്താ? അത് അങ്ങാടിയിൽ സിഗരറ്റ് വലിക്കലാണ് ഏറ്റവും വലിയ മുൻകർ. അത് നന്മയാണെന്നല്ല കേട്ടോ പറയുന്നത്. പക്ഷെ അതാണോ ഏറ്റവും വലിയ മുൻകർ? അല്ല. ഇന്നത്തെ ഏറ്റവും വലിയ മുൻകർ അത് വംശീയതയാണ്, വംശീയമായ പരാമർശങ്ങളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വെള്ളാപ്പള്ളി, അതേപോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കം പല രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ മുസ്ലിങ്ങൾക്കെതിരെ കൃത്യമായ വംശീയ തുപ്പാറില്ലേ? കേട്ടാൽ അറക്കും വിധമുള്ള, അറപ്പുളവാക്കുന്ന വംശീയ പരാമർശങ്ങൾ ഈ രാഷ്ട്രീയ നേതാക്കന്മാർ പുറത്തുവിടാറില്ലേ? ആ വിഷം അവർ ചീറ്റാറില്ലേ? അപ്പോ ഈ മുൻകർ, വംശീയത, മുസ്ലിങ്ങളെ വംശീയവൽക്കരിക്കുക, അവരുടെ സാമൂഹിക കർത്തൃത്വത്തെ നിരാകരിക്കുക. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുറത്തിറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കോൺട്രാക്റ്റിൽ സംസാരിച്ചോളാം, നിങ്ങളുടെ ന്യൂനപക്ഷ പ്രശ്നങ്ങളും അവകാശ ലംഘനങ്ങളൊക്കെ നിങ്ങൾ സംസാരിക്കേണ്ട, അതൊക്കെ പറയാൻ ഞങ്ങളുണ്ടോ എന്ന് ചില ആളുകൾ പറയുമ്പോ അവർക്കെതിരെ സംസാരിക്കാതെ നമ്മളിങ്ങനെ പള്ളിയിൽ ഒതുങ്ങിക്കൂടാണോ വേണ്ടത്? വീട്ടിനകത്ത് ഒതുങ്ങിക്കൂടാണോ വേണ്ടത്? അല്ല. മുൻകർ ഇവിടെ വെളിവായി നിൽക്കുന്ന ഒന്നാണ്. ആ തിന്മക്കെതിരെ നിങ്ങൾ നിങ്ങളുടെ സർവം ഊർജവും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പണിയെടുക്കണം. ഇതാണ്. അപ്പോഴാണ് നിങ്ങൾ എന്താവുക? നിങ്ങൾ യഥാർത്ഥ ഖൈർ ഉമ്മത്തായിട്ട് മാറുക എന്ന് അള്ളാഹു നമ്മെ പഠിപ്പിക്കാൻ വീണ്ടും പറയുന്നു, വതുഅ്മിനൂന ബില്ലാഹ്. അവിടെ തീരുന്നില്ല, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുകയും വേണം എന്നാണ്. അപ്പൊ ഇത് മൂന്നും ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് എനിക്ക് ഈമാനൊക്കെ ഉണ്ട്, ഞാൻ മുഅ്മിനാണ്, ഞാൻ രാത്രി നിസ്കരിക്കാറൊക്കെ ഉണ്ട്, ഞാൻ കുറെ ഖുർആൻ ഓതാറുണ്ട്, അതുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ കാണുമ്പോഴൊക്കെ സലാം പറയാറുണ്ട്, അതുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ട്. അവിടെ തീർന്നില്ല, അവിടെ നിങ്ങൾ മുഅ്മിനാവുന്നില്ല. ഈ രണ്ട് കർത്തൃത്വം, തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ, ഇത് നിങ്ങൾ അതിന്റെ വിശാലാർത്ഥത്തിൽ മനസ്സിലാക്കി
നിങ്ങൾ ഉമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ എന്തായിട്ട് മാറുക, നിങ്ങൾ വിശ്വാസിയും നിങ്ങൾ ഖൈർ ഉമ്മത്തിൽ പെട്ടവരുമായിട്ട് മാറുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്തില്ല എന്താ സംഭവിക്കാം? നിങ്ങൾ ഇതൊന്നും ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ പ്രവാചകർ പറയുന്നു, നിങ്ങളുടെ മേൽ അല്ലാഹു നിങ്ങൾക്കെതിരെ അക്രമിയായ ഭരണാധികാരിയെ അല്ലാഹു ഭരണമേൽപ്പിക്കുമെന്നാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട പണിയൊന്നും ചെയ്യുന്നില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇലക്ഷൻ അടുത്തു വന്നു, നമ്മളെല്ലാവരും പിന്നെ ഇതിന്റെ വർക്കിലാണ്. അല്ലാഹു ഇത് സ്വീകരിക്കുമാറാകട്ടെ. ഇത് ചെറിയ പണിയല്ല. ഈ രാഷ്ട്രീയ പണി എന്ന് പറയുന്നത് അത് നിസ്സാരമായ കാര്യമല്ല. നമ്മൾ കൊള്ളുന്ന വെയിൽ, നമ്മിൽ നിന്ന് ഉറ്റിവെയുന്ന വിയർപ്പ്, ഇതൊക്കെയും പ്രതിഫലാർഹമാണ്. നമ്മൾക്ക് വരുന്ന ക്ഷീണം, നമ്മൾ ഏൽക്കുന്ന പിന്നെ വേദനകൾ, മുറിപ്പാടുകൾ, ആക്ഷേപങ്ങൾ, കഷ്ടപ്പാടുകൾ, ഇതൊക്കെയും അല്ലാഹു നമുക്ക് പ്രതിഫലം നൽകുന്ന ഒന്നാണ്. കാരണം മറ്റേത് പണിയേക്കാൾ പ്രയാസമുള്ള പണിയാണ് രാഷ്ട്രീയത്തിൽ ഇടപെട്ട് ജനങ്ങളുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത്. അതിന് ത്യാഗം ആവശ്യമാണ്. ചിലപ്പോൾ ഉറക്കൊക്കെ പോവും അല്ലേ, മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റില്ല, ശരിക്കും വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, കഷ്ടത അനുഭവിക്കേണ്ടി വരും. അപ്പോ ഇത് ചെറിയ പണിയല്ല. നമ്മൾ ഏർപ്പെട്ടിട്ടുള്ള ഈ ദൗത്യം, ഈ പണി എന്ന് പറയുന്നത് അല്ലാഹു നാളെ ധാരാളം പ്രതിഫലം നമുക്ക് നൽകുന്ന പണിയാണ് എന്നാണ്. അപ്പൊ നിങ്ങൾ അതിൽ കൃത്യമായി ഏർപ്പെട്ടിട്ടില്ല എങ്കിൽ അല്ലാഹു പറയുന്നു, നാളെ അല്ലാഹു നിങ്ങൾക്ക് അക്രമിയായ ഭരണാധികാരിയെ അല്ലാഹു സമ്മാനിച്ചു നൽകുമെന്നാണ്. അപ്പോ പ്രവാചകൻ പറയുന്നു, ആ സന്ദർഭത്തിൽ നിങ്ങളുടെ സ്വാലിഹീങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥിക്കാം? അല്ലാഹുവേ, ഞങ്ങൾക്ക് രക്ഷ നൽകണമേ എന്ന് പ്രാർത്ഥിക്കൂ. അപ്പൊ അല്ലാഹു ആ പ്രാർത്ഥന സ്വീകരിക്കില്ല എന്നാണ്. ഓ, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, ഒന്നും ചെയ്തില്ല. നമ്മളൊന്നും ചെയ്യാതിരുന്നിട്ട് നമ്മുടെ മേൽ ദുഷിച്ച ഭരണാധികാരി വന്നു, അതാരായിക്കോട്ടെ, ഇപ്പൊ വാർഡ് മെമ്പറോ പഞ്ചായത്ത് മെമ്പറോ MLA, നമ്മൾ കർമ്മനിരതരായില്ല, കർമ്മശൂന്യരായി എന്നതിന്റെ പേരിൽ അങ്ങനെയുള്ള ദുഷിച്ച, കൃത്യമായ ആത്മാർത്ഥ ഇല്ലാത്ത ഒരാൾ വരുമ്പോ നമ്മൾ പിന്നെ പ്രാർത്ഥിക്കും, വരെ നീക്കണമേ. അങ്ങനെ പ്രാർത്ഥിച്ചാൽ അല്ലാഹു ആ പ്രാർത്ഥനക്ക് ഉത്തരം നൽകില്ല എന്നാണ്. അപ്പൊ പ്രാർത്ഥിച്ചിട്ട് മാത്രം കാര്യമില്ല എന്നാണ്. നമ്മൾ ഇപ്പൊ എടുക്കേണ്ട പണി, ഇതിപ്പോൾ എടുക്കാൻ പറ്റുള്ളൂ, ഇലക്ഷൻ കഴിഞ്ഞാൽ എടുക്കാൻ പറ്റില്ല. അപ്പൊ ഇപ്പൊ എടുക്കേണ്ട പണി നമ്മൾ ആത്മാർത്ഥമായിട്ട്, നമ്മുടെ പൂർണ്ണമായിട്ട്, നമ്മുടെ സർവം ത്യജിച്ചു ആ പണി എടുക്കണം. എന്നാൽ മാത്രമാണ് നമുക്കൊരു ക്ഷേമമുള്ള, നമ്മൾ ആഗ്രഹിക്കുന്ന ക്ഷേമമുള്ള ഒരു സമൂഹം നമുക്ക് ഉണ്ടാവുകയുള്ളൂ എന്നാണ്. അപ്പോ ഒന്നാമത്തെ പാഠം നാം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യൻ രാഷ്ട്രീയം ദുഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അക്രമികളായ ഭരണാധികാരികൾ എല്ലായിടത്തും വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മൾ ആത്മാർത്ഥമായി പണിയെടുക്കൽ അത് അള്ളാഹുവിന്റെ സുന്നത്തിൽപ്പെട്ട കാര്യമാണ് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അള്ളാഹു ചില ആളുകളെ പ്രതിരോധിക്കും. നാട്ടില് പ്രശ്നമൊക്കെ ഉണ്ടാവുമ്പോ ചില ആൾക്കാര് പ്രതിരോധിക്കാണ്ടാവും. എന്താ പ്രതിരോധം? അതാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനം. ചില ആളുകളെ കൊണ്ട് തെറ്റുകാരികളെ അള്ളാഹു പ്രതിരോധിക്കും. അങ്ങനെ പ്രതിരോധിക്കുന്നത് അള്ളാഹുവിന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. നിങ്ങൾ നോക്കൂ, അള്ളാഹു യുദ്ധം നിർബന്ധമാക്കിയ കാര്യം പറയാണ്. ആക്രമിക്കപ്പെട്ടതിന്റെ പേരിൽ നിങ്ങൾക്കിതാ യുദ്ധം നിർബന്ധമായിരിക്കുന്നു. അള്ളാഹുവിന് നിങ്ങളെ സഹായിക്കാൻ ഏറെ ശക്തിയുണ്ട്. അള്ളാഹുവിന് കഴിവുറ്റവനാണ്. അള്ളാഹു പറയുന്നു, അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ ഇല്ലാ അൻ യഖൂലു റബ്ബനാ അല്ലാഹു വലൗലാ ദഫ്ഉല്ലാഹി നാസ്. അള്ളാഹു എങ്ങാനും ഈ പ്രതിരോധം തീർത്തില്ലായിരുന്നുവെങ്കിൽ അള്ളാഹു പറയുന്നു, ലഹുദ്ദിമത് സവാമിഉ വബൈഉ വസലവാത് വമസാജിദ്. ഇവിടെ മൊത്തം കോലാഹലമായിട്ട് മാറും. പള്ളികൾ തകർക്കപ്പെടും, സനഗോഗുകൾ തകർക്കപ്പെടും, ക്രിസ്തീയ ദേവാലയങ്ങൾ തകർക്കപ്പെടും. ഇങ്ങനെ തകർക്കപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ
പ്രതിരോധം തീർക്കുന്നതിൽ, രാഷ്ട്രീയമായ ഇടപെടൽ നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ്. അപ്പൊ പ്രതിരോധം തീർക്കൽ എന്താണ്? വിശ്വാസികൾക്ക് പ്രതിരോധം തീർക്കൽ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ഏർപ്പെടൽ. ഇത് അള്ളാഹുവിന്റെ സുന്നത്തിൽപ്പെട്ട കാര്യമാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ സുന്നത്തിന്, ആ നടപടിക്രമത്തിന് വിരുദ്ധമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഒന്നാമത്തെ കാര്യം, നമ്മുടെ നിലവിലെ രാഷ്ട്രീയ അവസ്ഥ നമ്മൾ മനസ്സിലാക്കുക. ഇതിനെ മാറ്റണം. ഈ അവസ്ഥ നമുക്ക് എന്ത് ചെയ്തിട്ടും മാറ്റാൻ പറ്റണം എന്ന അതിയായ ആഗ്രഹം വെച്ചുകൊണ്ട് വേണം നമ്മൾ ഇതിലേർപ്പെടുക എന്നാണ്. രണ്ടാമത്തെ കാര്യം, നാട്ടിലെ ഫസാദ് ഇല്ലാതാക്കുക എന്ന് പറയുന്നത് വിശ്വാസികളുടെ അനിവാര്യമായ കാര്യമാണ് ഇസ്ലാം പഠിപ്പിക്കാൻ. എന്താണ് ഫസാദ്? ഫസാദ് എന്ന് പറഞ്ഞാൽ അത് വിശാലാർത്ഥമായ ഒന്നാണ്. നാട്ടിലെ സകലമായ തിന്മകളും അത് ഇല്ലാതാക്കൽ വിശ്വാസികളുടെ ബാധ്യത എന്ന് മാത്രമല്ല, അത് ശരീഅത്തിന്റെ, ഇസ്ലാമിന്റെ താല്പര്യങ്ങളിൽപ്പെട്ട കാര്യമാണ് എന്ന് അള്ളാഹു നമ്മെ പഠിപ്പിക്കാൻ മഹാനായ പണ്ഡിതൻ അല്ലാലുൽ ഫാസി അദ്ദേഹം പറയുന്നത്, അൽ മഖ്സദുൽ ആം ലിശരിഅ അൽ ഇസ്ലാമി ഹുവ ഇമാറത്തുൽ അർദ്. നാടിന്റെ പുനർനിർമ്മാണം എന്നാണ് ആ പ്രയോഗം. നാടിന്റെ പുനർനിർമ്മാണം അത് ശരീഅത്തിന്റെ, അത് ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ് എന്ന് അദ്ദേഹം പറയാണ്. അപ്പൊ ജനങ്ങളുടെ കൂടെ നിൽക്കുക, അവരുടെ വേദന അറിയുക, അവരുടെ പ്രയാസം അറിയുക, അവരോടൊപ്പം നിൽക്കുക, ഇത് ശരീഅത്തിന്റെ താല്പര്യത്തിൽപ്പെട്ട കാര്യമാണ്, ശരീഅത്തിന്റെ ഉന്നതമായ ലക്ഷ്യങ്ങളിൽപ്പെട്ട കാര്യമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തത്തെ പറ്റി കൂടി പറയുന്നുണ്ട്. നമ്മൾ സാധാരണ സംഭവിക്കുക, ഈ ടൈമിലൊക്കെ ഇലക്ഷൻ വർക്കൊക്കെ ആകുമ്പോ നമ്മൾ ചിലപ്പോ ഈ കൃത്യനിഷ്ഠത ഉണ്ടാവൂല അല്ലെ, ഇലക്ഷന്റെ ഒക്കെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യും. അതേപോലെ ഈ പള്ളിയിൽ വരുന്ന കാര്യത്തിലും നിസ്കാരം സമയം തെറ്റി നിസ്കരിക്കാം അല്ലെ, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ അവിടെ നമുക്ക് എക്സ്ക്യൂസ് ഇല്ല. നമ്മൾ എത്രത്തോളം ഈ പോസ്റ്റ് ഇട്ടിക്കാമെങ്കിലും ജാഥക്ക് പോകുമ്പോഴും ഇതൊക്കെ വേണം. ഇതൊക്കെ ഉണ്ടാവുമ്പോ ഇസ്ലാം പഠിപ്പിക്കുന്നു, നിങ്ങളുടെ ആരാധന സംബന്ധിയായ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു എക്സ്ക്യൂസും ഇല്ല എന്നാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കണം. ഇതൊക്കെ ഉണ്ടാവുമ്പോഴും നമുക്ക് നമ്മുടെ നമസ്കാരത്തിലോ നമ്മുടെ മറ്റു കുടുംബത്തിൽ ഉത്തരവാദിത്തത്തിലോ ഒന്നും നമുക്ക് വീഴ്ച ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഇസ്ലാം പഠിപ്പിക്കുന്നു ഇത് അമാനത്താണ് എന്നാണ്. ഇതിൽ സ്ഥാനാർത്ഥി മാത്രമല്ല, നമ്മളെല്ലാവരും വലിയ അമാനത്ത്, ഉത്തരവാദിത്വം ഏറ്റെടുത്തവരാണ്. അതിൽ നിങ്ങൾ വീഴ്ച വരുത്തിയാൽ നിങ്ങൾക്ക് പരലോകത്ത് വലിയ നദാമ, നിങ്ങൾക്ക് വലിയ റിഗ്രറ്റ്, വലിയ കുറ്റബോധം പരലോകത്ത് വെച്ചുണ്ടാവും എന്നാണ്. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്വം, ഈ സാമൂഹിക ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന റെസ്പോൺസിബിലിറ്റി, ഇത് എല്ലാ വിശ്വാസികളും, മെമ്പർ മാത്രമല്ല, എല്ലാ വിശ്വാസികളും ഇത് ഒരേ ഗൗരവത്തിൽ നിർവഹിക്കേണ്ട കാര്യമാണ്. അതിൽ നമ്മൾ വല്ല വീഴ്ചയും വരുത്തിയാൽ പരലോകത്ത് അള്ളാഹുവിന്റെ ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം പറയേണ്ടി വരും എന്നാണ്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ല. ഇതൊക്കെ ഉണ്ട് കേട്ടോ അല്ലേ. ആഫ്റ്റർ ഓൾ, ഇതിനൊക്കെ പുറമെ ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? നമ്മൾ കൊള്ളുന്ന ഈ വെയിൽ, നമ്മിൽ നിന്ന് ഉച്ചി വീഴുന്ന വിയർപ്പ്, ആ ക്ഷീണം, ടയർഡ്നെസ്, ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? ലിവജ്ഹില്ല. അത് അള്ളാഹുവിന്റെ പ്രീതി കാണിച്ചുകൊണ്ട് മാത്രമാണ്. നമുക്ക് ആരുടെയും നന്ദി പ്രയോഗങ്ങളൊന്നും വേണ്ട, നമുക്ക് പ്രതിഫലം ഒന്നും ഇവിടെ വേണ്ട. എല്ലാം എന്തിനാണ്? അള്ളാഹുവിന്റെ വജുദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ്. നമുക്ക് പാർട്ടിയുടെ സ്ഥാനം വേണം? വേണ്ട. പാർട്ടിയിലെ സ്ഥാനക്കയറ്റം മോഹിച്ചുകൊണ്ടാണ് അതൊക്കെ ചെയ്യുന്നത്? അല്ല. നമുക്ക് ആരുടെങ്കിലും ഗുഡ് സർട്ടിഫിക്കറ്റ് വേണോ? നല്ല രാഷ്ട്രീയ പ്രവർത്തനാണ്, എപ്പോഴും പുറത്താണ്, അങ്ങനെയുള്ള നല്ല വാക്ക് വേണോ? വേണ്ട. ഇതൊന്നും ആഗ്രഹിക്കരുത് കേട്ടോ. ഇതൊക്കെ ആഗ്രഹിച്ചാൽ നിങ്ങളുടെ പ്രവർത്തനಕ್ಕೆ വ്യഥാവിലായി പോവും. ലിവജിഹില്ല. ഈ ഏർപ്പാടൊക്കെയും ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നതും അവരുടെ
വിയർപ്പ് തോർത്തി കൊടുക്കുന്നതും അവർക്ക് ആശ്വാസം നൽകുന്നതും എല്ലാം എന്തിനാണ്? ഇതെല്ലാം അള്ളാഹുവിന്റെ വജുദ്ദേശിച്ചുകൊണ്ട് മാത്രാണ്, അള്ളാഹുവിന്റെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് മാത്രാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഒരു ഫ്രെയിം വർക്ക് വേണം. അപ്പൊ ഞാൻ എൻ്റെ നാട്ടിലെ, എൻ്റെ രാജ്യത്തെ പ്രശ്നങ്ങൾ, അനീതി, അക്രമം, ഭരണകൂടത്തിന്റെ പ്രശ്നം, ഇതൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കും. ഇതൊക്കെയും എന്തിനാ ചെയ്യുന്നത്? ഒന്ന്, അതിന്റെ ശറഈ ബാധ്യതയാണ്, ദീനിൽ എനിക്ക് നിർബന്ധമായ കാര്യമാണ്. അതേപോലെ തന്നെ ഇത് ആരെയും കാണിക്കാൻ വേണ്ടിയല്ല, ഇത് അള്ളാഹുവിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. അങ്ങനെ നമ്മുടെ ഈമാൻ ഖാലിസാവുമ്പോൾ മാത്രമാണ്. അത് ഏത് പണി ആയിക്കോട്ടെ, നിങ്ങൾ ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും ആ പ്രവർത്തനമൊക്കെയും ഞാൻ പഠിക്കുന്നത്, ഞാൻ പത്രം വായിക്കുന്നത്, ഞാൻ ബുക്ക് വായിക്കുന്നത്, ഞാൻ എഴുതുന്നത്, ഞാൻ പ്രസംഗിക്കുന്നത്, ഞാൻ നിസ്കരിക്കുന്നത്, ഇതൊക്കെയും എന്റെ ഉപ്പനെ കുറിച്ച് നല്ല വിചാരിക്കണം അല്ലെ? നാട്ടുകാർക്ക് ഞാൻ അടിപൊളിയാണെന്ന് തോന്നണം, അല്ലെങ്കിൽ എന്നെപ്പറ്റി നല്ല ആൾക്കാർ സംസാരിക്കണം. ഇങ്ങനെയൊക്കെയാണെങ്കിൽ എന്തൊരു ഉപകാരം ഉണ്ടാവും? ഒരു ഉപകാരം ഉണ്ടാവില്ല. നിങ്ങൾ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും എന്നാണ് അള്ളാഹു പറയും. നീ കള്ളം പറഞ്ഞു അല്ലെ? അള്ളാഹു ആലിമിനെ വിളിക്കും, എന്നിട്ട് ചോദിക്കും നീ ആലിമായിരുന്നല്ലോ. അപ്പൊ അദ്ദേഹം പറയും അതെ, ഞാൻ നാട്ടുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ അള്ളാഹു പറയും അല്ല, നീ ചെയ്തെന്തിനാ? അത് നിനക്ക് വേണ്ടിയിട്ടാ. നീ ഒരു സാമൂഹിക പ്രവർത്തനായിരുന്നല്ലോ. നിങ്ങളെ വിളിച്ചു ചോദിക്കും പരലോകത്ത് വെച്ച്. അപ്പൊ അതേന്ന് പറയുമ്പോ അള്ളാഹു പറയും അല്ല, നീ കള്ളം പറയാണ്, നീ ചെയ്ത് നിനക്ക് വേണ്ടിയിട്ടാണ്, നിന്റെ പേഴ്സണൽ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ് നീ ഇതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ അള്ളാഹു മാറ്റി നിർത്തുന്ന അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ ആ ബോധം നമുക്ക് എന്ത് ചെയ്യുമ്പോഴും ഉണ്ടാവണം. അത് ഏത് മേഖലയാണെങ്കിലും ലിവജിഹില്ല എന്ന ഉറച്ച ബോധ്യമായിരിക്കണം നമ്മെ വരും കാലങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഊർജമായി പ്രവർത്തിക്കാനുള്ള ഒരു മോട്ടീവ് എന്ന് പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.